നമ്മുടെ ഏഷ്യൻ ആനകളിൽ ഈ മസ്ത് എന്ന് പറയുന്നത് പ്യൂബർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇണചേരൽ കാലം ഒരു 15 വയസ്സിനോട് അടുക്കുമ്പോഴൊക്കെ ഇവരിൽ ഈ പ്യൂബർട്ടിയുടെ, നമുക്ക് മനുഷ്യന്മാർക്ക് നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മളിലൊക്കെ സെക്ഷൽ അറൗസലൊക്കെ ഉണ്ടാകുന്നത് പോലെ ഉണ്ടാകുന്ന ഒരു, അത് കൃത്യമായിട്ടുള്ളൊരു ടെമ്പറൽ, അതായത് ഒരു കൃത്യമായിട്ടുള്ള കാലയളവിൽ മാത്രം സംഭവിക്കുന്നതാണ്. അപ്പോൾ ടെമ്പറൽ ഗ്ലാൻഡ് എന്ന് പറയുന്ന തലയുടെ 2 ഭാഗത്തുള്ള ഗ്ലാൻഡുകൾ അപ്പോഴും വീർക്കും. അതിലുണ്ടാകുന്ന ഒരു തരം ടാറ് പോലെയുള്ള ഒരു സ്രവം ഉണ്ടാവും. അത് വളരെ രൂക്ഷ ഗന്ധമുള്ളതായിരിക്കും. അതിൽ പലതരത്തിലുള്ള ടാറിനെ പോലെയുള്ള ഫിനോളുകൾ, അങ്ങനെ പല ഘടകങ്ങളും അതിലുണ്ട്. ഇത് ഉണ്ടാക്കുന്ന ഇതാണ്, മസ്താണ് അവയുടെ ഒരു ലൈംഗിക ആകർഷണ സാധനം. ചെറുപ്പക്കാർ എന്ന് പറയുന്നത് നമ്മൾ 15 വയസ്സാകുമ്പോൾ ഒരു കൊമ്പനാന പ്രായപൂർത്തിയാകുമെങ്കിലും അതിൻ്റെ മസ്തിന് ഇത്ര തീവ്രത വരില്ല. അത് പ്രായം കൂടുന്നതിനനുസരിച്ച് 40-45 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഏറ്റവും തീവ്രമായിട്ടുള്ള മസ്ത് ഉണ്ടാകുക. അപ്പോൾ ഈ സ്രവത്തിൻ്റെ തീവ്ര ഗന്ധവും ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു തരം ടെറിട്ടോറിയൽ സ്വഭാവം, അതായത് ഞാനാണ് ഇവിടെയുള്ള ഏറ്റവും കരുത്തനായ കൊമ്പൻ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഇത് പ്രസരിപ്പിച്ചുകൊണ്ട് അത് സഞ്ചരിക്കുകയാണ് ചെയ്യുക വേറൊരു ആനക്കൂട്ടങ്ങൾ അന്വേഷിച്ചിട്ട്. സാധാരണ കൊമ്പനാനകളൊക്കെ അവരുടെ ഒരു 15 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കും. പെണ്ണാനകളുടെയും അതിലെ സബ് അഡൽട്ടുകൾ മാത്രമായിരിക്കും ഒരു കൂട്ടത്തിലുണ്ടാകും. ഒരിക്കലും കൊമ്പനാനകൾ ആനക്കൂട്ടങ്ങളിൽ ഉണ്ടാകില്ല. അവർ ഒറ്റക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 1-2 കൊമ്പനാനകൾ കൂടിയിട്ടുള്ള കൂട്ടമായിട്ട് സഞ്ചരിക്കുക ചെയ്യുക. ഈ കൊമ്പനാനകളിൽ മസ്ത് കൂടിയവർ, മസ്ത് കുറഞ്ഞവരൊക്കെ ഓടിച്ച് മസ്ത് കൂടിയവൻ ഞാനാണ് ഈ കാട്ടിലെ ഏറ്റവും കരുത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ പോയിട്ട് ഏതെങ്കിലും ആനക്കൂട്ടത്തിലെത്തുന്നു. അവിടെയുള്ള ഇതിനെ തിരഞ്ഞെടുക്കുന്ന ആ കൂട്ടത്തിലെ തന്നെ ഏറ്റവും പക്വതയുള്ള അല്ലെങ്കിൽ പ്രായമുള്ള, അതിലെ അഡൽട്ട് ഏറ്റവും സീനിയർ ആയിട്ടുള്ള പെണ്ണാനെ തീരുമാനിക്കുന്നത് ചിലപ്പോൾ ആ പെണ്ണാനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിൽ അംഗീകരിക്കുന്ന ഒരു പെണ്ണാനുമായിട്ട് അത് ഇണചേരുകയും ചെയ്യുക. അപ്പം മറ്റുള്ളവരെയൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ മസ്ത് വിടുന്നത്. പല സ്ഥലങ്ങളിൽ അത് പുരട്ടി വെക്കും, മരങ്ങളിൽ, പാറകളിൽ, പോകുന്ന സ്ഥലത്തൊക്കെ. അവിടെ ചെറിയ കുട്ടിക്കൊമ്പന്മാരൊക്കെ ഈ മണം കേട്ട് കഴിഞ്ഞാൽ തന്നെ ഒഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ഇത് ആക്രമിക്കുകയും ചെയ്യും. ഈ സമയത്ത് ഇവരുടെ ടെമ്പറൽ ഗ്ലാൻഡുകൾ വളരെ വീർത്ത് നിൽക്കുന്നത് കൂടാതെ ഇതിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന പലതരത്തിലുള്ള സ്രവങ്ങൾ കുറേ പ്രാണികളെയൊക്കെ ആകർഷിക്കും. അപ്പം കണ്ടമാനം പലതരത്തിലുള്ള ഈച്ചകളും ഒക്കെ വരുമ്പോൾ അതിന് ഭയങ്കര അസ്വസ്ഥതയാകും. ചെവിക്ക് ചുറ്റും ഇതിങ്ങനെ കറങ്ങിയിട്ട് ബഹളം വയ്ക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ വലിയ സൗണ്ടുകളോട് ആ സമയത്ത് വലിയ അസ്വസ്ഥത ഉണ്ടാക്കും, പ്രകാശത്തോട് അസ്വസ്ഥത ഉണ്ടാക്കും.